ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ വിജയ് സേതുപതി ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്. തമിഴിൽ രജനീകാന്തിന്റെയും കമൽഹാസന്റെയും വില്ലനായി അഭിനയിച്ചു പോയ വർഷം ഷാരൂഖ് ഖാന്റെ ജവാനിലും വില്ലൻ വേഷം ചെയ്തു. 2019 പുറത്തിറങ്ങിയ സൂപ്പർ ഡീലക്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. അന്ധാധുനു ശേഷം ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്യുന്ന മെറി ക്രിസ്മസ് ആണ് പുതിയ ചിത്രം. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഫിലിം കമ്പനി നൽകിയതിൽ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും കഥാപാത്രമായി ജീവിക്കാൻ അവസരം ലഭിച്ചാൽ ഏത് കഥാപാത്രത്തെ തിരഞ്ഞെടുക്കും എന്ന ചോദ്യത്തോട് താരം പ്രതികരിക്കുകയായിരുന്നു. അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ സുമാർ മൂഞ്ചി കുമാർ എന്ന കഥാപാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. ആ സിനിമ ഒരു രാത്രി നടക്കുന്ന കഥയാണ്. മദ്യം തേടി അലയുന്ന ഒരു കഥാപാത്രമാണത്. ആ കഥാപാത്രത്തിന് ഒരു കാർട്ടൂൺ സ്വഭാവമാണ്. ആ ക്യാരക്ടറിന്റെ ഇമോഷനുകൾ എല്ലാം വളരെ ലൗഡാണ്. അത്രയും ലൗഡായി നമ്മുടെ ഇമോഷനുകൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനാകില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ കഥാപാത്രത്തെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ലോക്കലാണ് ആ കഥാപാത്രം. കുമാർ ഡ്രസ് ചെയ്യുന്ന രീതിയും എനിക്ക് വളരെ ഇഷ്ടമാണ്, വിജയ് സേതുപതി പറഞ്ഞു. ഗോകുൽ സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ഇതർക്കു താനെ അസൈപ്പട്ടായി ബാലകുമാർ എന്ന സിനിമയിലെ കഥാപാത്രമാണ് സുകുമാർ മൂഞ്ചി കുമാർ. ചിത്രത്തിലെ വിജയ് സേതുപതിയുടെ പെർഫോമൻസ് ഏറെ പ്രശംസ നേടിയിരുന്നു. വിജയ് സേതുപതിയുടെ മൂന്നാമത്തെ ഹിന്ദി സിനിമയാണ് മെറി ക്രിസ്മസ്. കത്രീന കൈഫും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു.